ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ന് കടി ദോശയാണ് കേട്ടോ. രാവിലെ തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയും വേണം. അങ്ങനെ ഒരുപാട് ദോശ ചുട്ട് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു കുട്ടി ദോശയും കൂടി ചുട്ടിട്ട് ദോശ പരിപാടി അവസാനിപ്പിച്ച്. ദോശ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ആ ദോശ പരിപാടി കഴിഞ്ഞതിന് ശേഷം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനുള്ള വെള്ളം നല്ല ചൂടുള്ള അടുപ്പായതുകൊണ്ട് വേഗം തിളച്ചിട്ടു കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമാണ് വെക്കുക, അപ്പോൾ വേഗം തിളച്ചിട്ടു. അങ്ങനെ അരി അളന്നിട്ട് അരി നല്ലോണം കഴുകിയതിന് ശേഷം ചോറും ആക്കാൻ കേട്ടോ. ഇന്ന് ഉപ്പേരിക്ക് ബീൻസാണ് കിട്ടിയത്, അപ്പോൾ വേഗം ബീൻസും അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ കറിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, മുരിങ്ങാക്കോല് വെച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് വേഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുപ്പത്ത് ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം, വേഗം പണിയും കഴിയും. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് ബീൻസ് ഇടാണ് കേട്ടോ. ബീൻസ് വേഗം ആവും, എത്രയും ചൂടുള്ള അടുപ്പാണ്. അപ്പോൾ വേഗം ഉപ്പേരി ആയി കിട്ടും. ആ ടൈം കൊണ്ട് തന്നെ ഇവിടെ ചോറ് ഊറ്റിയെടുക്കുകയാണ്. ചില ദിവസങ്ങൾ എത്ര ടൈം കിട്ടിയാലും പണി തീരില്ല, പണി നീങ്ങൂല, ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് എല്ലാതും വേഗം വേഗം ചെയ്യാനൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഓരോന്ന് അടുപ്പിച്ച് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ സ്പീഡിൽ ചെയ്ത് വേഗം എല്ലാം പണിയും കഴിച്ച് ഒരു ഭാഗത്തിരിക്കാനുള്ള തോന്നലൊക്കെ ഉണ്ടാവാറുണ്ടോ? കമൻറ്റ് ചെയ്യൂട്ടോ. അതുപോലെ വീഡിയോ പലരും കാണുന്നുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒന്ന് കമൻസിൽ അറിയിക്കണേ, എന്നാലേ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ ചട്ടിയിൽ തന്നെ വെക്കാറില്ല. ഇനി കറിയാണ് ഉണ്ടാക്കാനുള്ളത്. ഈ അടുപ്പിൽ തന്നെ നല്ല കനലുണ്ട്, അപ്പോൾ ഇതിന്മേൽ തന്നെ വെച്ച് വേഗം കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് ഒരു തക്കാളിയും പിന്നെ കുറച്ച് മുരിങ്ങാക്കോലും പച്ചമുളകും എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ചേർത്താണ്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. ആ കനലിന്മേൽ തന്നെ വെച്ച് വേവിക്കാൻ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. അപ്പം അവർക്കുള്ള ഫുഡും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്യാസ് ലാഭിക്കാൻ ഇങ്ങനെയൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് പറ്റും. ഈ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിറകുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും ആയിക്കിട്ടും കേട്ടോ. ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഒറ്റ വിറകിൻ്റെ നല്ലൊരു വലിപ്പമുള്ളൊരു വിറകാണെങ്കിൽ ഒറ്റ വിറകിൻ്റെ കൊള്ളി കൊണ്ട് തന്നെ ഒക്കെ കഴിഞ്ഞ് കിട്ടും. അങ്ങനെ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിനുശേഷം ആ അരപ്പ് കറിയിലോട്ട് ഒഴിച്ച് കറി റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു ലോഡ് പാത്രങ്ങൾ നമ്മൾ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേഗം അതെല്ലാം കൂടി എടുത്ത് കഴുകി ഒരു ഭാഗത്തേക്ക് വെക്കണം, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. പച്ചക്കറി ആയാലും എന്ത് കറി ആയാലും ഇത്രത്തോനെ പാത്രങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. ആകെ 2 കറിയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ടാവും. ഈ സിങ്കിന് ഭയങ്കര ഇതാട്ടോ അങ്ങനത്തെ കാര്യത്തിൽ, പാത്രങ്ങൾ എപ്പോഴും നിറഞ്ഞുകൊണ്ടാണ്. ഇതേ സമയം തന്നെ എൻ്റെ മോൻ അവിടെ അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്, അടിച്ചു വാരി തന്നിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ എനിക്കിനി അടിച്ചു വാരണ്ടല്ലോ. ഇന്ന് സൺഡേ ഉണ്ട്, ക്ലാസ്സും ഇല്ല. അപ്പോൾ അവനക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിക്കണ്ടായിരുന്നു. അപ്പം ബ്രഷ് എടുത്ത് അടിച്ചു തരാൻ പറഞ്ഞു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പണിയൊക്കെ എടുത്ത് ഇപ്പോഴേ പഠിക്കണം നല്ലതാണ്, പിന്നെ മടി വരില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ മോനവിടെ അടിച്ചേരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാത്രങ്ങൾ കഴുകലും കഴിഞ്ഞ് അതുപോലെ തന്നെ സിങ്കും റാക്കും ഒക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം പോയി തുടച്ചെടുത്തിട്ടോ. അടിച്ചു വാരിയത് കുറച്ചൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിലും ബാക്കി ഞാൻ തന്നെ ബ്രഷ് എടുക്കേണ്ടി വന്നു. എന്നാലും കുറച്ചൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനൊരു ഇഷ്ടം ഉണ്ടാവില്ല ചെയ്യാനൊന്നും. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ അടിച്ചുവാരിയാണ് ഞാൻ ഒന്നും കൂടി അടിച്ചു വാരി പിന്നെ മൊത്തം തുടച്ചെടുത്തിട്ടോ. അടുക്കളയും ഒക്കെ തുടച്ചാണ്ട് വേഗം തുടയ്ക്കുന്ന പണിയെടുത്ത് തീർത്തു. ഇന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഹൈലൈറ്റ് മോളിലോട്ടാണ് പോയത്. പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു, പോയപ്പം ലാസ്റ്റ് ഹൈലൈറ്റ് മോളിലെത്തി. അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എൻ്റെ 2 മക്കൾ കാത്ത് നിൽക്കാം കേട്ടോ. പിസ്സ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്ത് നിൽക്കുകയാണ്.
അവസാനം അവർ ക്ഷമൊക്കെ ഇതായി ലാസ്റ്റ് വന്നിട്ടോ. അങ്ങനെ ഇതാണ് സാധനം. അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ച് 7up ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഹൈലൈറ്റ് മോളിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.